ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് ഫോണെല്ലാം യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അടിപൊളി സെറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലുള്ളത് ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് ഒരിക്കലും പറയരുത്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറെല്ലാമാണ്. അതിനാൽ തന്നെ ഈ ഒരു ഫീച്ചർ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മൊബൈലെല്ലാം യൂസ് ചെയ്യാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അറിയാത്തവർ ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഒന്ന് തരുമോ എന്നെല്ലാം ചോദിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങളുടെ കുട്ടികൾക്ക് അവർക്ക് യൂട്യൂബ് മാത്രമായി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ, അതായത് നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മാത്രമായി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും അതിനുശേഷം അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അല്ലാതെ മറ്റൊന്നും തന്നെ നിങ്ങളുടെ ഫോണിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് അവർക്ക് വേറെ ആപ്ലിക്കേഷനിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റു നിങ്ങളുടെ ഗാലറി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഇതൊന്നും തന്നെ അവർക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് യൂട്യൂബ് കിഡ്സ് എല്ലാം ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമായിരിക്കും അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ ഇതേ ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് മ്യൂസിക് കേൾക്കുന്നതിന് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കാര്യം റീഡ് ചെയ്യുന്നതിന് ഇതെല്ലാം തന്നെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമായി നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. മറ്റു ആപ്ലിക്കേഷനിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും തന്നെ അവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലെ സെറ്റിങ്സിൽ പോയതിനു ശേഷം ഇവിടെ ഈ സെർച്ച് എന്നതിൽ പോയി പിൻ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ പിൻ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇത്തരത്തിൽ ഇത് ഓൺ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഏതൊരു ആപ്ലിക്കേഷനാണോ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുന്നത് അത് മാത്രമായിരിക്കും അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ഉദാഹരണമായി ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇത് ഇവിടെ പിൻ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഞാനിവിടെ ഇപ്പോൾ ഈ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഈ ഒരു സെൻറ്ററിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ചെറിയ ഒരു വ്യൂ എല്ലാം നമുക്ക് ഈ പ്രകാരം കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ മുകളിലായി വന്നിരിക്കുന്ന ഈ ഒരു യൂട്യൂബ് ഐക്കണിൽ ഇതിൽ ടാപ്പ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം പിൻ ആപ്പ് എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാര്യം ഇത് ഓക്കെ എന്ന് കൊടുക്കാം. ഈ പിൻ ആപ്പ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇനി അൺപിൻ ചെയ്യുന്നതിന്, അതായത് നമ്മൾ ഇത്തരത്തിൽ ഈ പിൻ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇത് അൺപിൻ ചെയ്യുന്നതിന് നമ്മൾ ഈ കാണുന്ന 2 ഐക്കണെല്ലാം പ്രസ് ചെയ്ത് പിടിക്കാനും പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ആപ്പ് പിൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഇപ്പോൾ പിൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കാം, ഇങ്ങനെ നമ്മൾ ഇവിടെ ഏതൊരു കാര്യം പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിലും ഈ ഒരു കാര്യമല്ലാതെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്കൊന്നും തന്നെ പോകാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ഈ ഒരു യൂട്യൂബ് മാത്രമായെല്ലാം ആയിരിക്കും അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇനി ഇത് അൺപിൻ ചെയ്യുന്നതിന്, അതായത് നമ്മുടെ മറ്റു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗാലറി അല്ലെങ്കിൽ മറ്റു ഇൻഫർമേഷൻ എല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. ഇതിനായി ഇവിടെ ഏറ്റവും താഴത്ത് വന്നിരിക്കുന്ന ഈ ഒരു 3 ലൈൻ അതുപോലെ ഈ ബാക്ക് ബട്ടൺ ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആപ്പ് അൺപിൻഡ് എന്ന് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് ID എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു ആപ്പ് അൺപിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ബയോമെട്രിക് ഇൻഫർമേഷൻ എല്ലാം യൂസ് ചെയ്ത് ഇത്തരത്തിൽ യൂസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ആപ്പ് എക്സിറ്റ് ചെയ്തതിന് ശേഷം മറ്റു ഇൻഫർമേഷനിലേക്ക് അല്ലെങ്കിൽ മറ്റു ആപ്ലിക്കേഷനിലേക്കെല്ലാം പോകാൻ സാധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ആപ്പ് പിൻ ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും കോൾ എല്ലാം ചെയ്യുന്നതിന് നിങ്ങളുടെ മൊബൈലെല്ലാം ചോദിച്ചു എന്ന് കരുതുക. ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ട ഈ കോളിംഗ് ആപ്ലിക്കേഷൻ മാത്രമായി എനേബിൾ ചെയ്ത് കൊടുക്കാം. അതായത് ഈ കീപാഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം ഇത് മാത്രമായെല്ലാം നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് അവർക്ക് മറ്റു ഒരു കാര്യത്തിലേക്കും പോകാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡയലർ മാത്രമാണ് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ഇനി ഇതിൽ നിന്നും എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഈ 2 ബട്ടൺ ഒപ്പം പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബയോമെട്രിക് ഇൻഫർമേഷൻ എല്ലാം തന്നെ യൂസ് ചെയ്താണ് ഇത് ബാക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഫീച്ചർ കുറേ പേർക്കെല്ലാം ചിലപ്പോൾ അറിയുമായിരിക്കും. എന്നാൽ ഈ ഒരു ഫീച്ചർ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക.